അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ? ഈ വീഡിയോ കാണുന്ന, ഈ വോയിസ് കേൾക്കുന്ന എല്ലാ ദീനി സഹോദരങ്ങളും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. പടച്ച റബ്ബിൻ്റെ ഒക്കെ ഒന്ന് ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും പുണ്യം കിട്ടും. എന്നെ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സഹായിക്കുക. പടച്ച റബ്ബിൻ്റെ ഒക്കെ പുണ്യം കിട്ടും. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസമാണ്. പടച്ച റബ്ബിൻ്റെ ഒക്കെ എല്ലാവർക്കും പുണ്യം കിട്ടും. എന്നെ സഹായിക്കുക. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടത്തിൽ നാളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തത്. പക്ഷേ നമ്മൾ അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. അല്ലാഹുവേ എന്നെ മിസ്കീനാക്കണമെന്ന് ദുആ ചെയ്യാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബിനൊക്കെ വന്നുപോയ ആ ഒരു ഫഖർ നമ്മളിലേക്ക് വന്നാൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാനൽ ഫഖറു അയ്യകൂന കുഫറാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, ഫഖർ കാരണത്താൽ കുഫറിലേക്ക് നിങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. ദാരിദ്ര്യം കാരണത്താൽ മതം മാറ്റം പോലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 3 മാസക്കാലം പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ 3 വർഷക്കാലം പച്ചിലകൾ കഴിച്ച് ആടുകൾ കാട്ടിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ കാട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നാൻ അരിഭക്ഷണമില്ല, മാംസമില്ല, മരത്തിൽ നിന്ന് പച്ചിലകൾ കഴിച്ചിട്ട് 3 വർഷം അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിട്ടുണ്ട്. ഹബീബിനെ പോലെ ഫഖറും ദാരിദ്ര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ നമ്മൾക്കില്ല. അതുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്തതുപോലെ അല്ലാഹുവേ എന്നെ മിസ്കീനാക്കണമെന്ന് നിങ്ങൾ ആരും ദുആ ചെയ്യരുത് എന്ന് പ്രഗൽഭരായ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ മിസ്കീന്മാരെ നമ്മൾ സ്നേഹിക്കുക, അവരെ സഹായിക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവരെ കഴിവിന്റെ പരമാവധി സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല നൽകട്ടെ. എന്റെ ഹബീബ് എന്നോട് പറഞ്ഞ ഉപദേശം, ഒന്നാമതായി പറഞ്ഞത് മിസ്കീന്മാരെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനുമാണ്. രണ്ടാമത്തേത് വഅമറനീ അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. ഒരിക്കലും മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല, താഴെയുള്ള ആളുകളിലേക്ക് നോക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടെണ്ണം പറഞ്ഞോ, ഇതേപോലെ പറഞ്ഞത് അങ്ങനെ റിപ്പീറ്റ് ആക്കണ്ട. എല്ലാ സ്ഥലത്തും ഇങ്ങനെ കാണാം. നമ്മൾ ഷഫീഉനാ റസൂലുള്ളാഹ് എന്ന് പറയും. ഒന്നാമത്തിൽ ആര് സല്ലല്ലാഹു അലൈഹി വസല്ലം